ജ്യേഷ്ഠ സഹോദരങ്ങളുടെയും സുവിശേഷകരുടെയും ഒക്കെ ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ധർമ്മം കവിതയുടെ പേരിൽ കഠിനക്ലേശത്തിന് വിധേയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. നൂറ്റാണ്ട് തൊട്ട് ഒരു 3.5 നൂറ്റാണ്ട് വരെ കഠിനക്ലേശങ്ങളിലൂടെ കടന്നുപോയൊരു സഭയുണ്ടായിരുന്നു. ടാസിറ്റസ് എന്ന് പറയുന്ന റോമൻ ഹിസ്റ്റോറിയൻ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യർ ഈ തെരുവ് വിളക്കുകളായിട്ട് നിന്ന് കത്തി. അക്ഷരാർത്ഥത്തിൽ റോമിൻ്റെ വീഥികളിൽ ഈ മനുഷ്യരെ ഇങ്ങനെ തെരുവ് വിളക്കുമരങ്ങളോട് ചേർത്ത് വെച്ച് ഒരു രാത്രി മുഴുവൻ കത്തി. ലോകത്തെ ഏറ്റവും സാത്വികരായ മനുഷ്യരായിരുന്നു ഇവർ. ഒന്നിനോടും ഹിംസയില്ല, ഒന്നിനോടും തർക്കമില്ല, ഇതിനകത്തൊന്നും ഇങ്ങനെ വഴുതിമാറുന്ന സ്വഭാവം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ഇത്തരം ക്ലേശങ്ങൾക്ക് തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുക്കേണ്ടി വന്നത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുപയോഗിച്ചിരുന്ന കവിതയായിരുന്നു. വെളിപാടിൻ്റെ സ്വഭാവമുള്ള കവിത, അപ്പോക്കലിപ്റ്റിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന കവിത. എല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു. തിരുവത്താഴ ശുശ്രൂഷയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന കാലമാണ്. ഇപ്പോൾ പുറത്തിങ്ങനെ ചാരന്മാരുണ്ട്. എന്താ അകത്ത് നടക്കുന്ന അറിയാൻ വേണ്ടി. അകത്തുനിന്ന് കേൾക്കാം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങളിത് ഭക്ഷിക്കുക. അതിങ്ങനെ പലയിടങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ അവരുടെ മീതെ ഒന്നാമത്തെ ആരോപണമുണ്ടായി, ഇവർ നരഭോജികളാണ്, കാണിബലിസം. റോമിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിങ്ങനെ തീപിടുത്തം ഉണ്ടാവും. തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഈ സമൂഹത്തെ തപ്പി വരും. കാരണം അവരുടെ പ്രഭാഷണങ്ങളിൽ നിരന്തരം ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു എന്ത്? തീ. ഞാൻ വന്നിരിക്കുന്നത് തീയിടാൻ വേണ്ടിയാണ്, അത് കത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ ആശിക്കുന്നു. ഒരു ഹൃദ്യമായ ജീവിത രീതി. ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണുമ്പോൾ ഈ അപ്പോസ്തലനൊക്കെ പറയുന്ന കണക്ക് വിശുദ്ധ ചുംബനം കൊണ്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതും തെറ്റിദ്ധരിക്കപ്പെട്ടു. ക്രമം തെറ്റിയ ശരീരമമതകളുടെ കൂടാരമായിട്ട് ഇവർ വൈകാതെ പരിഗണിക്കപ്പെട്ടു. ഇതിന് എത്തീസം പോലും ചാർത്തപ്പെട്ടു. കാരണം ഒത്തിരി ദൈവസങ്കല്പങ്ങളൊരു ദേശത്തിൽ ഒറ്റ ദൈവം എന്ന് പറഞ്ഞത് പുതിയ കവിത. ചുരുക്കത്തിൽ കവിതയുടെ മീതെ ഇത്രയും കഠിനക്ലേശങ്ങൾക്ക് വിധേയപ്പെട്ടൊരു സമൂഹം വേറെയില്ല. ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ കവിതയുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഭംഗിയുള്ള കവിത പറഞ്ഞ ഒരാളായിട്ട് തന്നെയാണ് നമ്മൾ യേശുവിനെ പരിഗണിക്കുന്നല്ലേ. കഥകളില്ലാതെ അവനൊന്നും സംസാരിച്ചിട്ടില്ല, അങ്ങനെ തന്നെയല്ലേ. പാരബിൾസ്. എന്താ പാരബിൾ എന്ന് പറയുന്നത്? എ സ്റ്റോറി വിത്ത് ഡിവൈൻ എഡ്ജ്. ദൈവിക മൂർച്ചയുള്ള കവിതയുടെ പേരാണെന്താ? പാരബിൾ. നിങ്ങൾ ആ കാലത്തിലെ മറ്റു ചില കഥാപാരമ്പര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് പിടുത്തം കിട്ടുന്നത്. ഇങ്ങനെ മനുഷ്യൻ്റെ കഥകൾ മാത്രമേ ഈ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ സമയത്തെ വലിയ 2 സംസ്കാരങ്ങൾ എടുക്കുക, യവന സംസ്കാരം എടുക്കുക, റോമൻ സംസ്കാരം എടുക്കുക. ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കഥകൾ മായാരൂപികളുടെ കഥകളായിരുന്നു, ഫാൻറ്റം സ്റ്റോറീസ് ആയിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പണി കാത്തു നിൽക്കുന്ന മനുഷ്യൻ്റെ കഥ പറഞ്ഞു അല്ലേ. 11-ാം മണിക്കൂർ ചെല്ലുമ്പോഴും ഇങ്ങനെ മനുഷ്യർ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് പരിചയമുള്ള തെരുവിലൊക്കെ നിൽക്കുന്ന കണക്ക്. എന്തേ പണിക്ക് പോയില്ല? ആരും ഞങ്ങളെ പണിക്ക് വിളിച്ചിട്ടില്ല. ജോലിയെക്കുറിച്ചോ മനുഷ്യൻ്റെ അലച്ചിലുകളെക്കുറിച്ചോ ഒന്നും മനുഷ്യർ കഥ പറഞ്ഞു തുടങ്ങിയിട്ടില്ലായിരുന്നു ആ കാലത്ത്. ഈ മനുഷ്യൻ പറഞ്ഞ എല്ലാ കഥകളും മനുഷ്യനുമായിട്ട് മാത്രം ബന്ധപ്പെട്ട കഥകളായിരുന്നു. മടങ്ങി വരുന്ന മകൻ്റെ കഥ, ഞാൻ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. അലഞ്ഞു പോകുന്നവരുടെ കഥ,
ഇത്രയും മനുഷ്യകേന്ദ്രീകൃതമായിട്ടുള്ള കഥകളൊന്നും ഈ 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പിൽ ഒരാൾ മരുളിച്ചിട്ടുണ്ടാവില്ല. അത്രയുമൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സന്ധ്യയ്ക്ക് കുറച്ചുകൂടി ക്രിസ്തു കേന്ദ്രിതമായൊരു പ്രസക്തി ലഭിക്കുന്നത്. ഓരോരുത്തരും ഇങ്ങനെ തങ്ങളുടേതായ രീതിയിലൊന്ന് യേശുവിനെ ഒന്ന് കണ്ടെത്തുന്ന രീതി കൂടിയായി നമ്മൾ എഴുതുന്ന എല്ലാ എഴുത്തും. നമുക്ക് അറിയാം എങ്ങനെയാണ് സുവിശേഷം. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക്, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ. അക്കോർഡിംഗ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. 4 മനുഷ്യര് തങ്ങളുടേതായ വീക്ഷണത്തിലൂടെ യേശുവിനെ കണ്ട രീതിയാണെന്ത് സുവിശേഷം. അവൻ്റെ കൃത്യമായ ജീവചരിത്രത്തിൻ്റെ ആ ഒരു ജേർണലിസ്റ്റിക് ആയിട്ടുള്ള റിപ്പോർട്ടല്ല. 4 പേര് യേശുവിനെ കണ്ട രീതിയാണ്. മാത്യു കണ്ട രീതി, മാർക്ക് കണ്ട രീതി. അതുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ഇപ്പം മാത്യു ഗിരിപ്രഭാഷണം എന്ന് പറഞ്ഞൊരു കാര്യം, അവൻ മലമുകളിലേക്ക് പോയിട്ട് അവരെ പഠിപ്പിച്ചു, ഇരുന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താണ്? മാത്യു ഈ വരുന്നത് ഇങ്ങനെ ജൂ കമ്മ്യൂണിറ്റി നിന്നാണ്. അയാൾ അഡ്രസ്സ് ചെയ്യുന്ന ആരെയാണ്? ഇതേ സമൂഹത്തെയാണ്. സ്വാഭാവികമായിട്ട് മല അവർക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാ അല്ലപ്പാടുകളും ഇവിടെ നിന്ന് വരണം, മലമുകളിൽ നിന്ന് വരണം, പുതിയ കൽപ്പന അവിടെ നിന്ന് വരണം. എന്നാൽ ലൂക്ക എഴുതുമ്പോൾ നമ്മൾ എന്താ വായിക്കുന്നത്? അവൻ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി പഠിപ്പിച്ചു. മറ്റൊരു സംസ്കാരത്തിൽ നിന്ന്, മറ്റൊരു ധർമ്മത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മല എന്ന് പറഞ്ഞ കാര്യത്തിന് അത്ര പ്രധാനമായിട്ട് കരുതുന്നില്ല. അഡ്രസ്സ് ചെയ്യുന്നതും ഈ മലയെക്കുറിച്ച് കാര്യമായിട്ട് പരിചയമില്ലാത്ത സമൂഹത്തെ. ഒരേ കാര്യത്തെ 2 പേര് കണ്ട രീതിയാണ്. അങ്ങനെയെങ്കിൽ ഒരു 5ാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞ കുഞ്ഞു സംഭവമാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും നല്ലൊരു ബെഞ്ച് മാർക്ക്. നിങ്ങൾ അയാളെ എങ്ങനെയാണ് കാണുന്നത്? The 5th gospel. How are you going to അഡ്രസ് ചെയ്യും? എങ്ങനെയാണ് ഈ മനുഷ്യൻ നമ്മൾ റീഡിസ്കവർ ചെയ്യുന്നത്? ഗോസ്പൽ അക്കോർഡിംഗ് ടു മീര, ഗോസ്പൽ അക്കോർഡിംഗ് ടു നജീബ്, ഗോസ്പൽ അക്കോർഡിംഗ് ടു ഹരി. ഈ സാധ്യതയാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ എങ്ങനെയാണ് ഇയാളെ വായിച്ചെടുക്കുന്നത് നമ്മുടെ കോണ്ടെക്സ്റ്റിൽ? എന്തുമാത്രം രീതിയിലുള്ള ക്രിസ്തുവാനുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഗോസ്പൽ അക്കോർഡിംഗ് ടു വുമൺ. മാർത്ത നീ എന്തിനാണ് ഇത്രയും അലയുന്നത്? കുറച്ച് കാര്യങ്ങൾ മതി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ അടുക്കള ഇത്രയും സമയം അർഹിക്കുന്നില്ലെന്നുള്ള മെസ്സേജ് കൂടി കിടപ്പുണ്ടേ. ഇതുമാത്രം നേരമാണ് നമ്മുടെ അമ്മമാരുടെ ജീവിതത്തിൽ നിന്ന് ഈ അടുക്കള അപഹരിച്ചത്. അടുക്കള അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ള സ്ഥലമാണോ? ഒരു സ്ത്രീ വായിക്കുമ്പോൾ അവൾക്ക് പിടുത്തം കിട്ടുന്നൊരു യേശുവുണ്ട്. മാർത്ത കം ഔട്ട്. എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി ഒന്ന് കണ്ടുപൂട്ടിയിരിക്കണ്ടേ, ചില കാര്യങ്ങൾ ഓർത്തെടുക്കണ്ടേ. ഞാൻ വിചാരിക്കുന്നു ഈ ഒരു സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നൊരു പ്രാർത്ഥന, ഈ ഓരോരുത്തരും അവരവരുടെ യേശുവിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കണം. അക്കോർഡിങ് അവളുടെ സ്വാതന്ത്ര്യം ഈ ആദിമസഭ തൊട്ട് നൽകപ്പെട്ടുള്ളതെന്ന് നമ്മളെപ്പോഴും മനസ്സിൽ വെക്കണം. അതുകൊണ്ടാണ് ഈ 4 പുസ്തകങ്ങൾ വരുന്നത്. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഏകീകരിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പം ആ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു 12,000 വർഷത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരം വർത്തമാനങ്ങളെക്കുറിച്ച് പറയുന്നത്. എഴുത്തുകാരനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പെസഹ എവിടെ ഒരുക്കണമെന്ന് ചോദിക്കുമ്പോൾ യേശു കൊടുക്കുന്ന ഉത്തരമുണ്ട്. എന്താണത്? നിങ്ങൾ തെരുവിൽ ചെല്ലുമ്പോൾ വെള്ളം കോരി വരുന്നൊരു പുരുഷനെ കാണും, അയാളോട് പറയണം എവിടെ പെസഹ ഒരുക്കണമെന്ന്. അയാൾ നിങ്ങളെ അലങ്കരിച്ച വിശാലമായ മാളിക മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആൻഡ് ഫോർ മീ എ ക്രിസ്ത്യൻ റൈറ്റർ, ക്രിസ്ത്യൻ ആനിമേറ്റർ ഈസ് ജസ്റ്റ് ദാറ്റ്. ഈ വെള്ളം കോരി വരുന്ന പുരുഷൻ, വെള്ളം കോരി വരുന്ന സ്ത്രീ, ഈർപ്പമുള്ളൊരു മനുഷ്യൻ. ഈർപ്പം വാസ്തവത്തിൽ അത് മാത്രമാണ് അയാളുടെ മൂലധനം. അടിസ്ഥാനപരമായിട്ട് നാം പാർക്കുന്ന ലോകത്തോട് പുലർത്തുന്ന സെൻസിറ്റിവിറ്റി മാത്രമാണ് ഇത്തരം എഴുത്തിലേർപ്പെടുന്ന മനുഷ്യരുടെ മൂലധനം.
അവർ നിങ്ങൾ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്? അലങ്കരിച്ച വിശാലമായ മാളികമുകൾ. കുറച്ചൊരു വേറൊരു സൂചന കൂടി ഉള്ളത് കൊണ്ട് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പർ റൂം, ഡെക്കറേറ്റഡ്, ബ്രോഡ് അപ്പർ റൂം. നമ്മൾ സങ്കല്പിക്കുന്ന ഭൂമിക്ക് അതാണ്. കുറെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? അലങ്കരിച്ച ഭൂമി. ഭൂമി അലങ്കരിക്കാൻ വേണ്ടി ഇതൊക്കെ സൃഷ്ടിയിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പകലിനെ അലങ്കരിക്കാൻ വേണ്ടി, പകലിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി സൂര്യനെയും, രാവിലെ അലങ്കരിക്കാൻ വേണ്ടി ചന്ദ്രനെയും, ആകാശത്തെ അലങ്കരിക്കാൻ വേണ്ടി പ്രകാശിപ്പിക്കാൻ വേണ്ടി സൂര്യേന്ദ്രന്മാരെയും, അലങ്കരിക്കാൻ വേണ്ടി നക്ഷത്രങ്ങളെയും തന്നു. ജീവിതത്തിന് അലങ്കാരങ്ങൾ ആവശ്യമുണ്ട്, അല്ലേ? ഒരു എസ്തറ്റിക്സ് ആവശ്യമുണ്ട്. അസൽ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ എസ്തറ്റിക്സിനായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഡ്രസ് കോഡൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ ഒരു 2 രൂപയ്ക്ക് ചൈന പേപ്പർ വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീട്ടുമുറ്റത്തെ മരത്തെ ക്രിസ്മസ് ട്രീ ആക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വെട്ടിക്കീറി ഇത് മരത്തിൽ തൂക്കുമ്പോഴേക്കും പെട്ടെന്നൊരു മരം എന്തായിട്ട് മാറുന്നു? ക്രിസ്മസ് ട്രീ ആവും. വി ആർ ഹിയർ ടു ഡെക്കറേറ്റ്. മനുഷ്യരുടെ ജീവിതത്തെ അലങ്കരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ധർമ്മം ഞാൻ വിചാരിക്കുന്നു. എന്താ? ബ്രോഡ്, കുറെ കൂടി ഈ വിശാലമായ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. വേദോസ്തത്തിൽ ഏറ്റവും അറിവുള്ള മനുഷ്യൻ്റെ പേര് സോളമൻ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതല്ലേ? സോളമനെ കുറിച്ച് വേദോസ്തം എന്താ പറയുന്നത്? ദൈവം അയാൾക്ക് കടൽ തീരം കണക്കൊരു മനസ്സ് കൊടുത്തു. വസ്തു അതിലേക്കാണ് നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടത്. ബ്രോഡ്, അൺജഡ്മെൻ്റലായിട്ടുള്ള മനുഷ്യരെ, ഒന്നിനോടും തർക്കിക്കാത്ത മനുഷ്യര്. വേദോസ്തം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹി ഡിഡ് നോട്ട് ആർഗ്യൂ. അങ്ങനെ വാക്കില്ലേ? അൺജഡ്മെൻ്റലായിരിക്കുക. മിക്കവാറും നമുക്ക് പുലർത്താവുന്ന ഏറ്റവും വലിയ യേശുബോധം എന്ന് പറയുന്നത് ഒന്നിനോടും വിധിവാചകങ്ങളില്ലാതെ ജീവിക്കാന്നുള്ളതാണ്. സ്ത്രീയെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഓൾ ഓഫ് us ഇങ്ങനെ എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു കമ്പാഷൻ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, കമ്പാഷൻ ഹബ്ബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് അപ്പോഴും ഓർത്തോളണം, ഈ കമ്പാഷൻ എന്ന് പറയുന്നത് തന്നെ ഒന്നിനെയും വിധിക്കാതെ ജീവിക്കാന്നുള്ള, ഒന്നിനെയും. ആൻഡ് ഫൈനലി അപ്പർ റൂം. എന്ത് പഠിപ്പിക്കുമ്പോഴും യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, മിഴി ഉയർത്തി നോക്കുക. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ അലങ്കരിച്ച വിശാലമായ മുറിക്ക് ഇങ്ങനൊരു കാഴ്ച കൂടി വേണം. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. പാർത്തുകൊണ്ടിരിക്കുന്ന ലോകവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അടയാളപ്പെടുത്താനോ അതിൻ്റെ ആശങ്ക രേഖപ്പെടുത്താനോ വേണ്ടിയല്ല എഴുത്ത്. പാർക്കാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ഇത് ധൈര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് ആദിമ ക്രിസ്ത്യാനികളുടെ ജീവിതത്തെ വെളിപാട് പുസ്തകം മെച്ചപ്പെടുത്തിയത്. ഇത്രയും നുറുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഷിബു സൂചിപ്പിച്ചു, ഇയാൾ സ്വപ്നം കാണിയാണ്. ആ അപ്പോക്കലിപ്റ്റിക്കലായ സ്വപ്നമാണ് വാസ്തവത്തിൽ ഒരു 3 നൂറ്റാണ്ടോളം ക്രിസ്ത്യാനിറ്റിയെ ഇങ്ങനെ ബലത്തിൽ നിലനിർത്തിയത്. അവരിങ്ങനെ സ്വപ്നം കണ്ടു തുടങ്ങി. ഞാൻ പുതിയ ലോകം കണ്ടു, പുതിയ ഭൂമി കണ്ടു, പുതിയ ആകാശം കണ്ടു, കണ്ണീരെല്ലാം മാഞ്ഞു പോയി. ആ പുതിയ ജെറുസലമിൽ ഇങ്ങനെ പ്രത്യേകം പറയുന്നൊരു വാക്കുണ്ട്, കടലില്ലായിരുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം കടൽ അവർക്ക് വളരെ പേടിയുള്ള സംഭവമാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഈ കടലിലൂടെ വരുന്നൊരു പേടിയുണ്ടായിരുന്നു. വ്യാളികളൊക്കെ വരുന്നത് ഈ പഴയ, നമുക്കറിയാം, ഒത്തിരി ദാനിയേൽ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരൊന്നിങ്ങനെ കയറി വരുന്നത് ആക്രമണങ്ങളൊക്കെ വന്ന കടലിലൂടെ ആയിരുന്നു. ഒരു കടൽയാത്ര നടത്തുക പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ പുതിയ ഭൂമിയിൽ കടലില്ല, പിന്നെ ശുഭിതമായ ജലരാശികളില്ല, പ്ലാസിറ്റ്, ട്രാങ്കുലിറ്റിയൊക്കെ ഉള്ള ഇടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ചുരുക്കത്തിൽ ഈ പറഞ്ഞ കവിത കൊണ്ട് അവർ ഈ ലോകത്തെ ബലപ്പെടുത്തിയത് അതിനെ അലങ്കരിച്ചോ അതിൻ്റെ ലോകവീക്ഷണത്തെ വികസിപ്പിച്ചോ കൊണ്ടോ അല്ല, മറിച്ച് ഇത് കൊടുത്തുകൊണ്ടാണ്. എസ്കറ്റോളജിക്കൽ വിഷൻ. അപ്പോൾ ആരൊക്കെ ഇങ്ങനെ അവനെ കേന്ദ്രീകരിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്നോ അവരുടെ എഴുത്തിൻ്റെ ഒരു ഡെൻസിറ്റി അളക്കാനായിട്ടുള്ള ഏകോ ഇത്രയൊക്കെ ഉള്ളൂ. കുറച്ചുകൂടി പാർക്കുന്ന ലോകത്തെ മെച്ചപ്പെടുത്തുന്നുണ്ടോ,
നിങ്ങളുടെ ലോകവീക്ഷണം വിശാലമാക്കുന്നുണ്ടോ? ആൻഡ് ഫൈനലി ദ അൾട്ടിമേറ്റ് ടെസ്റ്റ്, ഇതിനകത്തൊരു എസ്കറ്റോളജിക്കൽ വേൾഡ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പാർക്കുന്ന ലോകത്തെക്കുറിച്ച് മാത്രം എഴുതാനാണെങ്കിൽ നമ്മൾ ആവശ്യമില്ല. അത്രയുമൊക്കെയാണ് എനിക്ക് തോന്നുന്നത് സുവിശേഷം തരുന്ന ആ ഒരു മെറ്റഫർ, എഴുത്തുകാരന് വേണ്ടി കരുതി വെക്കുന്ന മെറ്റഫർ. ഒരു കുഞ്ഞു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഈ ഒരു സന്തോഷവും സൗഹൃദവും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്നാ കരുതുക. എന്താണ് നിങ്ങളുടെ കീവേഡ്? അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഏതൊരു എഴുത്തുകാരൻ്റെ കീവേഡ് വേണം അല്ലേ? നമുക്ക് വളരെ ബഹുമാനം ഉള്ള പാസ്റ്റേഴ്സ് ഈ കൂട്ടത്തിലുണ്ട്, പേരൻസ് ഉണ്ട്. നമുക്ക് ഒരു കീവേഡ് ഇതിന് രൂപപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്തിരി കൾച്ചറൽ സ്റ്റഡീസൊക്കെ ഈ കീവേഡിനെ ആധാരമാക്കി നടക്കുന്നുണ്ട്. ഒരാളുടെ താക്കോൽ പദം എന്താണ്? എൻ്റെ അപ്പൻ്റെയൊക്കെ ഒരു താക്കോൽ പദം എന്ന് പറയുന്നത് സാരമില്ല എന്നൊരു താക്കോൽ പദമായിരുന്നു. അയാൾ എപ്പോഴും ആ വാക്ക് പറഞ്ഞെന്നുള്ളതല്ല, പക്ഷേ ഏത് വാക്ക് പറയുമ്പോഴും അതിനകത്ത് അതിൻ്റെ ധ്വനി ഉണ്ടായിരുന്നു, സാരമില്ല. ഞാൻ വിചാരിക്കുന്നൊരു 40 വയസ്സാകുമ്പോഴേക്ക് എഴുത്തുകാരല്ല, എല്ലാ മുതിർന്ന മനുഷ്യരും അവരുടെ കീവേഡ്സ് രൂപപ്പെടുത്തിയിരിക്കണം. പ്രാർത്ഥനയിലൊക്കെ ഈ സന്ധ്യ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ചോദിക്കാൻ ഒരൊറ്റ കാര്യം മാത്രമാണ്, എൻ്റെ കീവേഡ് എന്താണെന്നാണ് നീ എനിക്ക് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ളതൊക്കെ അതിനെ ഇങ്ങനെ വലം ചുറ്റിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. യേശുവിൻ്റെ കീവേഡ്സ് പിടുത്തം കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? യേശുവിൻ്റെ അന്ത്യമൊഴികൾ വെറുതെ ഓർമ്മിച്ചെടുക്കാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു 7 സൂചനകൾ വളരെ വേഗത്തിൽ പറയുകയാണ്. ഒന്നിങ്ങനെ മാപ്പെന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്, ഫോർഗിവ് ദം ഫാദർ ഫോർ ദേ ഡു നോട്ട് നോ. അവസാനം വരെ ഈ മനുഷ്യൻ പറയാൻ ശ്രമിച്ചെന്താണ്? മനുഷ്യർക്ക് മാപ്പുണ്ട്. അതിനൊക്കെ സമാധാനം തരുന്ന വിചാരം എന്താ ഉള്ളത്? ഒരാളുടെ എഴുത്ത് ഹീലിംഗ് ആവുന്നത് ഈ മാപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ്, റിക്കൺസിലേഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ്. എഴുത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വീണ്ടും ഇദ്ദേഹം ഭംഗിയായിട്ട് സംസാരിച്ചു, വളരെ കംപ്രസ്ഡായിട്ട് സംസാരിച്ചു. അപ്പം ഈ ഒരു പ്രത്യേക സരണിയിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ എഴുത്തിനകത്തൊരു ഹീലിംഗ് ഉണ്ടാവണം. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് അവനവന് മാപ്പ് കൊടുത്ത് അവരിന് മാപ്പ് കൊടുത്ത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. അതവിടെ നിൽക്കട്ടെ. ആദ്യം യു ഫർഗീവ് യുവർസെൽഫ്. തിരിഞ്ഞു നോക്കുമ്പോൾ നല്ലതല്ലാത്ത, കുലീനമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തരുടെയും ജീവിതം സംഭവിച്ചിട്ടുണ്ട്. അതിനാദ്യം നിങ്ങൾ മാപ്പ് കൊടുക്കണം. ദൈവം മാപ്പ് നൽകിയൊരു ജീവിതത്തിന് മീതെ നിങ്ങൾ ഇനി കപ്പം ചുമത്തരുത്. അതിൻ്റെ സമാധാനം അനുഭവിക്കാൻ ഒന്നാമത്തെ, അതിൻ്റെ സമാധാനത്തെക്കുറിച്ച് പറയുക. ഇപ്പോൾ ബോർഗസിൻ്റെ ഒരു കഥയുണ്ട്, വളരെ ചെറിയ കഥയാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ഫോണിലൊക്കെ വായിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ലെജൻഡ് എന്ന് പറഞ്ഞ കഥയാണ്. കുറേ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം, ഒരു സഹസ്രാബ്ദങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ കായനും ആബേലും തമ്മിൽ കണ്ടുമുട്ടിയാണ്. സഹോദരന്മാരാണ്. അവരിങ്ങനെ ഒരു തീക്കുമ്പാരത്തിനടുത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ പാകപ്പെടുത്തി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഈ തീയുടെ വെട്ടത്തിൽ കായൻ ശ്രദ്ധിച്ചു, ആബേലിൻ്റെ നെറ്റിയിൽ ആ പഴയ പാറ കൊണ്ടിടിച്ച പാടുണ്ട്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നു. അപ്പോൾ ഈ ആബേൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ആരാരെ കൊന്നു എനിക്കറിയില്ല ചേട്ടാ, ജസ്റ്റ് നോട്ട് നോ. ആരാരെ കൊന്നു ഇത്രയേ ഉള്ളൂ. ഒരു 12-13 വരി ഉണ്ടാവും. ഈ 13 വരി വായിക്കുമ്പോഴേക്കും നമുക്കൊരു സമാധാനമുണ്ട്. അയാളുടെ കീവേഡ് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുക, ഇങ്ങനെ മനുഷ്യരോട് മാപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. മാപ്പല്ലാതെ ലോകത്തിന് മുമ്പിൽ വേറെ എന്തെങ്കിലും വഴി തെളിയുന്നുണ്ടോ? യേശു പറഞ്ഞ എല്ലാ കഥകളും നമ്മൾക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ പിടുത്തം കിട്ടുന്ന കാര്യം ഇത്രയാണ്. അത് ഈ പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന കഥ കണക്കാണ്. നാത്താൻ കഥ പറഞ്ഞു തുടങ്ങുന്നു. കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ദാവീദ് എന്താ വിചാരിക്കുന്നത്? ഈ കഥ വേറെ ആരെയെ കുറിച്ചാണല്ലേ. കഥ എങ്ങനെ തീരുന്നത്? ആ മനുഷ്യൻ നീ തന്നെയാണ്. ഇപ്പോൾ ഒരു 19 വയസ്സിൽ സുവിശേഷം വായിക്കുമ്പോൾ പിടുത്തം കിട്ടുന്ന ഒറ്റ കാര്യം മാത്രമാണ്, എല്ലാ കഥയും എൻ്റെ കഥാപാത്രം ഞാനാണ്. അങ്ങനെ അടുത്ത കാലത്തായിട്ട് ഏറ്റവും ഭാരപ്പെടുന്ന കഥ ഈ 10,000 താലന്തിൻ്റെ കടം ഇളവ് ചെയ്ത് കിട്ടിയ ആളുടെ കഥയാണ്. 10,000 താലന്തിൻ്റെ ഇളവെന്നൊക്കെ പറയുമ്പോൾ ഈ താലെന്ന് പറയുന്ന കോയിനല്ല, കട്ടിയാണ്, വെയിറ്റാണ്. ഇത് പഠിക്കുന്നവർ പറയുന്ന ചിലപ്പോൾ അതെല്ലാം കൂട്ടി വെച്ചെന്നാൽ ഈ ഹോൾ നിറയെ ഉണ്ടാകും, അതിൻ്റെ ഒരു വെയിറ്റ്.
അത്രയും കടകളവ് ചെയ്ത് കിട്ടിയ ആളാണ് പുറത്തേക്ക് ചെന്നിട്ട് തനിക്ക് ചില്ലിക്കാശിന് കടവുള്ള മനുഷ്യനോട് ചടിക്കുന്നത്. വിച്ച് ഈസ് മൈ സ്റ്റോറി. മൈ സ്റ്റോറി. ഇതുമാത്രം ഇളവ് കിട്ടിയ മനുഷ്യല്ലേ, ഇതുമാത്രം ഇളവ് കിട്ടിയ മനുഷ്യരാണ് ഈ കുഞ്ഞു കാര്യങ്ങളുടെ മീതെ ചടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ അവൻ്റെ ഒരു താക്കോൽ പദം എന്ന് പറഞ്ഞാൽ മാപ്പാണ്. മാപ്പിന് ഒറ്റർത്ഥമേ ഉള്ളൂ, യു ആർ നോട്ട് ലോസ്റ്റ്. ലോകത്തോട് പറഞ്ഞു കൊടുക്കണം, ആരും നഷ്ടമായിട്ടില്ല. എല്ലാവർക്കും ഒരു വീണ്ടെടുപ്പുണ്ട്, എല്ലാവർക്കും വേറൊരു ഊഴം കൂടിയുണ്ട്. രണ്ട്, ഇങ്ങനെ യു ആർ നോട്ട് ലേറ്റ്, നീ വൈകിട്ടില്ല. ഈ കണ്ണിമടയുന്നതിനേക്കാൾ മുമ്പേ ഒരാൾ പറയുകയാണ്, എന്നെ ഓർക്കണമേ, ഓ നീ എന്നോടൊപ്പം പർദീസിലുണ്ട്. സ്പീക്ക് ഓൺ പാരഡൈസ്. രണ്ടാമത്തെ പാരഡൈസ് എന്ന് പറയുന്നത് പേർഷ്യൻ ലോകത്ത് നിന്ന് വന്നൊരു വാക്കാണ്. ഫെൻസ്ഡ് ഗാർഡൻ ആ വാക്കിൻ്റെ അർത്ഥം. വളച്ചു കെട്ടിയ തോട്ടം. തോട്ടം വളച്ചു കെട്ടിയെന്നുള്ളതല്ല അതിൻ്റെ ശരിയായ സൂചന. ഈ വളച്ചു കെട്ടിയ തോട്ടത്തിൽ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. സുൽത്താന് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു മമത അനുഭവപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലൊരു റെസ്പെക്റ്റ് കൊടുക്കണമെങ്കിൽ അയാൾ ഈ തോട്ടത്തിലേക്ക് വിളിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ കൈക്ക് പിടിച്ച് ഈ മരങ്ങൾക്കിടയിലൂടെ നടക്കും. സന്ധ്യയാകുമ്പോൾ പിരിഞ്ഞു പോകും. ഉച്ചയ്ക്ക് എവിടെയെങ്കിലും എന്തൊരു ഭക്ഷണം കഴിക്കും. പക്ഷെ അങ്ങനെ സുൽത്താൻ്റെ കൈപിടിച്ച് അന്ന് സഞ്ചരിച്ച ഈ മനുഷ്യന് ദേശക്കാർ മരിക്കുമ്പോഴും വലിയ റെസ്പെക്റ്റ് കൊടുക്കും. എന്താ പാരഡൈസ് എന്ന് പറയുന്നത്? വാക്കിംഗ് വിത്ത് ദ ലോർഡ് എമിഡ്സ് ദ വുഡ്സ്. അതാണ് രണ്ടാമത്തെ ഉറപ്പ്. മനുഷ്യർക്ക് ആ പ്രഭുവിൻ്റെ കൈപിടിച്ച് സഞ്ചരിക്കാൻ പറ്റും. ഇറ്റ് ഈസ് വെരി മച്ച് റിയൽ. ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാർക്കൊക്കെ അത് അറിയാവുന്ന കാര്യമല്ലേ? എങ്ങനെയാണ് നമ്മുടെ സംഭാഷണങ്ങൾക്ക് മനുഷ്യർ ഇത്രയും ശ്രദ്ധ തരുന്നത്? നമ്മുടെ വാക്കിൻ്റെ ബലമാണെന്നൊക്കെ വിചാരിക്കാൻ മാത്രം ബുദ്ധിക്കുറവുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കണ്ണുപൂട്ടിയിരിക്കുമ്പോൾ ഈ വസ്ത്രവിളും പുലയുന്ന കേൾക്കാൻ പറ്റും. അതില്ലെങ്കിൽ ഇങ്ങനെ പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കാശിന് വിലയില്ലാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനുഷ്യർ ശ്രദ്ധിച്ച് കേൾക്കുന്നത്? ഒരു തേർഡ് മാൻ ഫാക്ടർ ഉണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തേത്. അതിനേക്കാൾ ഒരു മിസ്റ്റിക്കൽ റീഡിങ് വേറെയില്ല. യു ക്യാൻ വാക്ക് വിത്ത് ദ ലോർഡ്. ഒന്നാമത്തത് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഹീലിംഗ് ഉണ്ട്. രണ്ടാമത്തത് തന്നെ ഒരു മിസ്റ്റിക്കൽ ഡൈമെൻഷൻ ഉണ്ട്. ആ പ്രഭുവിൻ്റെ കൈ പിടിച്ചൊരു സഞ്ചാരം ഇനിയും സാധ്യമാണ്. ഒന്നാമതായിട്ട് ഇങ്ങനെ ആരും ഒറ്റയല്ല, മൈത്രി. രണ്ട് ഒറ്റപ്പെട്ട മനുഷ്യ കുരിശിൻ്റെ നിൽക്കുക. ഒന്ന് മേരി, മറ്റേത് യോഹന്നാൻ. യേശു പറഞ്ഞു, ഒരുമിച്ച് നടക്കുക. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. അഡോപ്റ്റ് പീപ്പിൾ. മനുഷ്യ കുറേ കൂടി അങ്ങനെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഈ വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഈ അഡോപ്ഷനിലാണല്ലേ. ജോസഫ് എന്ന് പറയുന്നൊരു നീതിമാനായ മനുഷ്യൻ തൻ്റേതല്ലാത്തൊരു കുഞ്ഞിനെയും അമ്മയും സ്വീകരിച്ച കഥയിലാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? മേരി എന്ന് പറയുന്നൊരു സ്ത്രീ തൻ്റേതല്ലാത്തൊരു ചെറുപ്പക്കാരനെ മകനായിട്ട് സ്വീകരിച്ച് നടത്താൻ. ഹോൾ ന്യൂ ടെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന അഡോപ്ഷനാണ്. ടു അഡോപ്റ്റ് പീപ്പിൾ. ഇപ്പം ചുരുക്കത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇങ്ങനെ യേശുവിൻ്റെ കീവേഡ്സ്. 1, ലോകത്തിന് മാപ്പുണ്ട്. 2, ലോകത്തിന് മോക്ഷമുണ്ട്. 3, മനുഷ്യ ഒറ്റയല്ല. മാപ്പ്, മോക്ഷം, മൈത്രി. പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് ബാക്കിയുള്ള 4 കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റ വാക്കിൽ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ബാക്കിയുള്ള 4 കാര്യങ്ങൾ സോളിലോക്കിയാണ്. യേശു തന്നോട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഇത്തിരി ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടു. 4 എന്താണ്? നിലവിളി, ഏലാമ സബക്താനി. ജോബിൻ്റെ പുസ്തകം വലിയൊരു കവിതാ പുസ്തകമാണല്ലേ. ഇത് പഴയ നിയമത്തിലെ ഏറ്റവും നല്ലൊരു കവിതാ പുസ്തകമാണ് എന്ത്? ജോബിൻ്റെ പുസ്തകം. ആ ജോബിൻ്റെ പുസ്തകത്തിനകത്തുള്ള അന്വേഷണം എന്താണ്? സാത്താൻ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആസ് എനിവൺ ലവ്ഡ് യു ഫോർ നോ റീസൺ? എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരെങ്കിലും ഇയാൾ ഇന്നോളം സ്നേഹിച്ചിട്ടുണ്ടോ? ഹാസ് എനിവൺ ലവ്ഡ് യു ഫോർ നോ റീസൺ? അത് തെളിയിക്കേണ്ട ബാധ്യതയായിരുന്നു ഈ പറഞ്ഞ ആൾക്ക്. ഒരു കാരണവും ഇല്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരിക്കൽ
സജീവമായി കൊണ്ടിരുന്ന ആ പ്രോസ്പെരിറ്റി കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ലല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ആസ് എനിവൺ ലവ്ഡ് യു ഫോർ നോ റീസൺ. 4 നിലവിളിയാണ്. 5 ദാഹം, ഐ തേഴ്സ്റ്റ്. ദിവസം ദാഹത്തിന് ഒറ്റർത്ഥമേ ഉള്ളൂ, പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്. ആ പ്രഭുവിൽ നടന്നു പോകുന്നവരുടെ പ്രതിസന്ധിയാണ് എന്ത്? ദാഹം. എന്തിനെ കൈവിട്ടു, അതിനകത്തുനിന്ന് ഈ ദാഹം ഉണ്ടാവുന്നു. 6 എല്ലാം പൂർത്തിയായി. 13 വയസ്സ് ഇങ്ങനെ ജീവിതം ആരംഭിച്ചിട്ട് പോലുമില്ല, എന്നിട്ട് എന്ത് സമാധാനത്തിലാണ് പറയുന്നത്? എല്ലാം പൂർത്തിയായി. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഇപ്പം എത്ര കാലം ജീവിക്കുന്നുള്ളതെന്നോ എത്ര ഓടിത്തീർത്തുന്നുള്ളതൊക്കെ ചെറിയ കാര്യമാണ്. ജീവിക്കുന്ന ഓരോ നിമിഷവും ഇങ്ങനെ കുറേ കൂടി അർപ്പണവും സമഗ്രതയും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് 6ാമത്തെ സൂചന. 7 അച്ഛ മടങ്ങി വരികയാണ്. അച്ഛ അതിലാണ് തുടങ്ങുന്നത്. 12ാം വയസ്സിൽ അച്ഛനും അമ്മയും കുട്ടി അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ കുട്ടി പറയുന്ന വാക്കുണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ആയിരിക്കേണ്ടതല്ലേ. നമുക്കൊരു കുഞ്ഞു പ്രശ്നം പറ്റി. എന്താണത്? വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ യേശു പറഞ്ഞ അബ്ബ എന്ന് പറയുന്ന അരമായിക് പദം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയായിട്ടാണ്? പിതാവെന്നാണ്. അതുകൊണ്ട് വി ഗെറ്റ് ലെസ് കണക്റ്റഡ്. കാരണം ഇവിടെ ഇരിക്കുന്ന ആരും ഇന്നോളം തൻ്റെ അപ്പനെ പിതാവെന്ന് വിളിച്ചിട്ടില്ല. അതൊരു ഡിനോട്ടേറ്റീവ് വേർഡാണ്. അതുകൊണ്ട് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യമുണ്ട്. അവനവൻ്റെ വേദപുസ്തകത്തിൽ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഒരു 270 ഇടത്തിൽ ഈ വാക്ക് കിടപ്പുണ്ട്. എവിടെയൊക്കെ യേശു അബ്ബ എന്ന് വിളിച്ചു അവിടെയൊക്കെ കിടക്കുന്ന വാക്കെന്താണ്? പിതാവെന്നാണ്. 5 ഇടത്ത് ഈ പറഞ്ഞ പിതാവെന്ന് വെട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അപ്പനെ വിളിച്ച വാക്ക് എഴുതി വെക്കാവോ? എൻ്റെ പേരാണ് പുതിയ നിയമം. അതിൻ്റെ പേരാ പുതിയ നിയമം. എൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് അച്ഛൻ എന്നാണ്. ഞാനിങ്ങനെ ഒന്ന് വേഗത്തിലൊന്ന് തിരുത്തി. ഇവിടെ ഒരു പിതാവുണ്ട് അച്ഛായ, ഇവിടെ ഒരു പിതാവുണ്ട് അച്ഛായ, ഇവിടെ ഒരു പിതാവുണ്ട് അച്ഛായ. 5 പോലും വേണ്ട. ഒരു 3 കഴിയുമ്പോൾ എൻ്റെ ബോധം കീഴ്മേലും അറിയാൻ തുടങ്ങുന്നു. ഈ വാഷിംഗ് മെഷീനിലൊക്കെ കിടന്ന് തുണി കറങ്ങുന്ന കണക്ക്. തട്ടവിട്ടൊരു പെൺകുട്ടി അവളുടെ അപ്പനെ വിളിക്കുന്ന വാക്ക് വാപ്പച്ചി എന്നാണ്. തിരുത്തിയാണ്. വാപ്പച്ചി 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 വാപ്പച്ചി. അവിടെയാണ് തുടങ്ങിയത്, അവിടെ തന്നെ വന്ന് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ മടങ്ങി വരികയാണ്. ഇവിടെ ചെറിയ മക്കൾക്ക് ഇതിനകത്ത് കൂടുതൽ പ്രകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്കമാലി സൈഡിൽ ഷാൻഡോ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്. ഇപ്പോൾ ഷാൻഡോ മാൾട്ടയിൽ പോയി. ഷാൻഡോക്ക് ഒരു പെട്ടിയോട്ടമുണ്ട്. ഞാൻ അവസ്ഥയ്ക്ക് ചെല്ലുമ്പോൾ ഷാൻഡോ ആണ് ഇങ്ങോട്ടും കൊണ്ടൊക്കെ കൊണ്ടുപോകുന്നത്. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ അയാൾക്ക് പുതിയൊരു വണ്ടി കിട്ടി. ആപ്പെക്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി കെട്ടുറപ്പുള്ളൊരു വണ്ടി കിട്ടി. ഷാൻഡോ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടല്ലോ. ഷാൻഡോ പറഞ്ഞു, ഞാനിങ്ങനെ അപ്പനോട് പറഞ്ഞു, അപ്പാ പഴയ വണ്ടിയായിട്ട് എത്ര നാളാണ്, ഒരു പുതിയ വണ്ടി വാങ്ങണ്ടേ? അപ്പം പറഞ്ഞു, വണ്ടിയൊക്കെ വാങ്ങാൻ ഷാൻഡോ, പക്ഷെ നീ വിചാരിച്ച CC ഒക്കെ നടക്കുമോ? നോക്കട്ടെ. ഇതൊന്നും അയാൾ പറയുന്നത് അയാളുടെ വീട്ടിലിരിക്കുന്ന അപ്പനെ കുറിച്ചല്ല, മീതിരിക്കുന്ന അപ്പനെ കുറിച്ചാണ്. ഷാൻഡോയെ, ഓ CC വല്ല നടക്കുവാടാ? നോക്കട്ടെ, ഇത്തവണ 1-2 ഓട്ടം കിട്ടുന്നുണ്ട്. അത്രയും ഭംഗിയായിട്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ആ വാക്കിനെ പിടുത്തം കിട്ടുന്നുണ്ട്. അവർക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ട വിചാരങ്ങളൊന്ന് വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. കവിത ഈ ധർമ്മത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ടാണ്. കവിതയുടെ പേരിൽ അപകടത്തിൽപ്പെട്ടു പോയൊരു സമൂഹമാണിത്. കവിത കൊണ്ട് തന്നെ വീണ്ടെടുക്കപ്പെട്ട സമൂഹം കൂടിയാണ്. അങ്ങനെയാണ് വെളിപാടിൻ്റെ പുസ്തകം ഉണ്ടാകുന്നത്. ബസ്സിൽ കവിതയായിരുന്നു, പുതിയ കവിതയായിരുന്നു അത്. അതുകൊണ്ട് ഈ കവിതകളോടൊക്കെ ഇത്തിരി കൂടിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത്? അക്കോർഡിംഗ് ടു ബോബി, അക്കോർഡിംഗ് ടു ഹരി, അക്കോർഡിംഗ് ടു സജി മത്തായി, അക്കോർഡിംഗ് ടു ഷിബു. നിങ്ങൾ യേശുവിനെ കാണുന്ന രീതിയാണ് നിങ്ങളുടെ
എഴുത്ത്. അതിനുള്ള സ്വാതന്ത്ര്യം ആദ്യ നൂറ്റാണ്ട് തൊട്ട് നൽകപ്പെട്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്ക് കുറെ കൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. എക്കോർഡിങ്. മലയാളത്തിൽ പലപ്പോഴും അങ്ങനെയല്ല, മത്തായി അറിയിച്ച സുവിശേഷം എന്നാണ്. അങ്ങനെയല്ല ശരിക്കും ട്രാൻസ്ലേഷൻ വേണ്ട. മത്തായി കണ്ടെത്തിയ യേശു. ആ ഫ്ലെക്സിബിലിറ്റി ഇതിനകത്ത് കിടപ്പുണ്ട്. 3, ഈ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേദപുസ്തകത്തിന് കിട്ടാവുന്ന ഏറ്റവും എഴുത്തുകാരനോ അല്ലെങ്കിൽ ആനിമേറ്റർക്കോ അല്ലെങ്കിൽ പാസ്റ്റർക്കോ പ്രീസ്റ്റിനോ ഒക്കെ കിട്ടാവുന്ന ഏറ്റവും നല്ല മെറ്റഫർ എന്താണ്? തെരുവിൽ ചെല്ലുമ്പോൾ വെള്ളം കോരി വരുന്ന ഒരാളെ കാണും. അയാൾ നിങ്ങളെ അലങ്കരിച്ച വിശാലമായ മാളികമുകളിലേക്ക് കൂട്ടുകൊണ്ടു. ഇവിടെ എഴുത്തിൻ്റെയും സംഭാഷണങ്ങളുടെയും ഒക്കെ ധർമ്മം അതാണ്. കുറേ കൂടി അലങ്കരിച്ച ലോകം ഉണ്ടാവുക, കുറേ കൂടി വിശാലമായൊരു ലോകവീക്ഷണം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പറഞ്ഞ അപ്പർ റൂം. The gospel becomes sensible only in the context of your eternity glimpse. അല്ലേ? ഗോസ്പൽ എന്ന് പറയുന്ന സംഭവം സെൻസിബിൾ ആകുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഈ ഉയർത്ത് നോക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അപ്പം അതാണ് എൻ്റെ ഒരു 3ാമത് നമ്മൾ കണ്ടൊരു വിചാരം. 4, ഒരു റിഫ്ലക്ഷന് വേണ്ടി മാത്രമാണ്. ഓരോരുത്തർക്കൊരു കീവേഡ് വേണം. നിങ്ങളൊരു എഴുത്തുകാരനാവണമെന്ന് പോലും ഇല്ല. എൻ്റെ അപ്പനെ കണക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനായാൽ മതി. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ കീവേഡ്? ഒരു 40 വയസ്സിനുള്ളിൽ ആ കീവേഡ് രൂപപ്പെട്ടിരിക്കണം. ഇനി അഥവാ രൂപപ്പെട്ടില്ലെങ്കിൽ യു നീഡ് ടു ഫിക്സ് ഇറ്റ് ആൻഡ് കൺവേർജ്. എല്ലാം അതിലോട്ട് കൊണ്ടെത്തിക്കണം. എന്തായിരിക്കും നിങ്ങളുടെ കീവേഡ്? നസറത്തിലെ യേശുവിൻ്റെ പ്രധാനപ്പെട്ട 3 താക്കോൽ പദങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1, മാപ്പ്, അതിനെ ഹീലിംഗ് എന്ന് പറയുന്നത്. 2, പർദീസ അനുഭവം, വിച്ച് ഈസ് നോൺ ആസ് മിസ്റ്റിക്കൽ റൈറ്റിംഗ് നമ്മൾ പറയും, മോക്ഷം. 3, മൈത്രി. പിന്നെ യേശുവിൻ്റെ സോളിലൊക്കെയാണ് പറയാൻ ശ്രമിച്ചത്. നിലവിളി. 5, ദാഹം. 6, സ്നേഹപൂർണിമ. 7, അച്ഛാ മടങ്ങി വരികയാണ്. നിങ്ങൾ 7 വാക്കുകൾ ഓർമ്മിക്കുന്ന എനിക്കറിയാം. രാത്രി വീട്ടിലൊരു ബ്ലാക്ക് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഈ 7 പദങ്ങളൊന്ന് എഴുതിയിടണം. മാപ്പ്, മോക്ഷം, മൈത്രി, നിലവിളി, ദാഹം, സ്നേഹപൂർണിമ, അച്ഛാ. ഈ 7 വാക്ക് എഴുതിയിട്ടിട്ട് കിടക്കാൻ പോകണം. രാവിലെ എണീറ്റിട്ട് ഈ കുട്ടികളുടെയൊക്കെ ഒരു കളിയില്ലേ, ബാലരുടെ മേലും മുമ്പാറ്റിലൊക്കെ പണ്ടുണ്ടായിരുന്നത്, ഇതാണ് ദ കണക്റ്റിംഗ് ദ ഡോട്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒന്നിനൊന്നിലോട്ട് ഇങ്ങനെ പതുക്കെ മുട്ടിക്കുന്നൊരു കളിയില്ലേ, ആ കളിയൊന്ന് കളിക്കണം. 7 വാക്കുകളെ ഇങ്ങനെ മുട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഭിത്തിയിലോ നിങ്ങളുടെ ബ്ലാക്ക് ബോർഡിലോ തെളിയുന്ന രൂപത്തിൻ്റെ പേരാണെന്ത്? ജീസസ് ഓഫ് നസ്രത്ത്. ജീസസ് ഓഫ് നസ്രത്ത്. നിങ്ങൾ ഈ പദങ്ങൾ എന്തുമാത്രം ഇങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, എന്തുമാത്രം ഹോംവർക്ക് ചെയ്യുന്നു, അത്രയും ശക്തമായിട്ട് നിങ്ങളുടെ എഴുത്തിലൂടെ യേശു രൂപപ്പെടും. പൗലോ പറയുന്ന ഒരു കുഞ്ഞ് കഥ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു കൃഷിക്കാരൻ 2 മക്കളുണ്ട്. അപ്പോൾ ഒരു ദിവസം മാലാഖ ഇയാൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾക്ക് ഈ മക്കളുടെ ഭാവിയെക്കുറിച്ച് ഭയങ്കര ആശങ്കയാണ്. അപ്പോൾ മാലാഖ പറഞ്ഞു, ദാ 2 സഹസ്രാബ്ദങ്ങൾക്ക് അപ്പുറത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോവുകയാണ്. അതിൽ 2 മക്കളിൽ ഒരാൾ കവിയാണ്, മറ്റൊരാൾ സാധാരണ പട്ടാളക്കാരനാണ്. എന്നിട്ട് ഏതൊക്കെ ദേശങ്ങളിലോ കൊണ്ടുപോയിട്ടൊരു മൈതാനത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ കുറേ പേര്, മൈതാനം നിറയെ മനുഷ്യർ ഇങ്ങനെ മുട്ടിമേ നിൽക്കുകയാണ്, കണ്ണുപൂട്ടി. എന്നിട്ട് മാലാഖ പറഞ്ഞു, അവർ ഈ മുട്ടുകുത്തി നിൽക്കുന്നത് നിൻ്റെ മകൻ്റെ വാക്കുകൾ, നിൻ്റെ മകൻ പറഞ്ഞൊരു വാക്കിൻ്റെ മീതിയാണ്. അപ്പം പറഞ്ഞു, എൻ്റെ കവിയായ മകൻ. അവൻ അന്നേ പേര് കേട്ടാണ്. അവൻ്റെ പേരും പെരുമയും കേളിയുമൊക്കെ ഇത്രയും നൂറ്റാണ്ടുകളൊക്കെ നിലനിന്നല്ലോ, അവനിലൂടെ എൻ്റെ നാമം ഓർമ്മിക്കപ്പെടും. അപ്പോൾ മാലാഖ പറഞ്ഞു, ഏത് കവി? അങ്ങനെ ആളെപ്പെടുത്തില്ല. ഇത് കവിയായ മകൻ പറഞ്ഞല്ല, നിങ്ങളുടെ പട്ടാളക്കാരനായ മകൻ പറഞ്ഞാണ്. അവനങ്ങനെ ഒരു ഫ്ലേവറും ഇല്ലാത്തൊരുത്തനാണല്ല, അതൊന്നും അറിയത്തില്ല. അവനൊരു 100 പട്ടാളക്കാരുടെ ഒരു ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ പാലസ്തീന എന്ന് പറഞ്ഞ നാട്ടിൽ പോയി. ശതാധിപൻ, അവനൊരു ദാസനുണ്ടായിരുന്നു. ആ ദാസന് വയ്യാണ്ടായി കഴിഞ്ഞപ്പോൾ
അന്ന് അറിയപ്പെട്ടിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, യേശു. അയാളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു. അയാളുടെ ഈ വിവരം പറയാൻ വേണ്ടി പറഞ്ഞു. അയാളാവട്ടെ കേട്ട മാത്രയിൽ ഇവരോടൊപ്പം വെച്ച് ഇതേ ഭവനത്തിലേക്ക് വന്നു. അതറിഞ്ഞപ്പോൾ ഈ പട്ടാളക്കാരനായ മകൻ പുറത്ത് വന്ന് മുട്ടുമേൽ നിന്ന് അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഉള്ളം ശുദ്ധമാകും. ആ വാക്ക് പറഞ്ഞിട്ടാണ് മനുഷ്യൻ മുട്ടുമേൽ നിൽക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന കുർബാനയാണ്, ഇരുപത്താഴം. അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല. എന്തിനും നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില ബന്ധം ആ പരമചൈതന്യമായിട്ടുണ്ടാവണം. ആമേൻ. ഒരു കുഞ്ഞ് പ്രാർത്ഥനയാവാന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതിലൊന്ന് അടുത്തിരിക്കുന്ന ഒരു കൈയൊന്ന് പതുക്കം ചേർത്ത് പിടിച്ച്, തൊട്ടരികിരിക്കുന്ന കൈ ചേർത്ത് പിടിച്ച് ഒന്ന് കണ്ണുപൂട്ടി ഈ നിലനിൽക്കുന്ന വാക്ക് അതിന് കുറേ കൂടി അർപ്പിക്കാനായിട്ട് ഉള്ള പ്രേരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 2 കാര്യങ്ങളാണ്. ഒന്ന് എസ്തെറ്റിക്സ്, 2 ട്രാൻസെൻഡൻസ്. എഴുതുന്ന വാക്കുകളിലൊക്കെ ഈ അഴകുണ്ടാവണം, അനന്തതയും ഉണ്ടാവണം. എഴുതുന്ന വാക്കുകൾക്കകത്ത് മാത്രമല്ല, പറയുന്ന വാക്കുകൾ ഇടപെടലിലൊക്കെ ഇത് രണ്ടും ഉണ്ടാവണം. ഒന്ന് കണ്ണുപൂട്ടി നമുക്കറിയാവുന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും അനുഭവത്തോടുകൂടി പ്രാർത്ഥിക്കാം. കുറെ കൂടി അലങ്കരിച്ച ലോകം, കുറെ കൂടി അതിരുകളില്ലാത്ത ലോകം, കുറെ കൂടി അനന്തതയിലേക്ക് ചായുന്ന ലോകം. He will take you to broad, decorated upper room. എന്തെഴുതുമ്പോഴും ആ പരമചൈതന്യത്തിൻ്റെ പ്രകാശമുള്ള നിഴലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു പ്രകാശമുള്ള നിഴലിനെ കുറിച്ചൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പീറ്ററും സഞ്ചരിക്കുമ്പോൾ പീറ്ററിന് നിഴൽ കാത്തൊക്കെ മനുഷ്യർ കടന്നിരുന്നു. പീറ്ററിൻ്റെ നിഴലെന്ന് നമുക്കറിയാം, പീറ്ററിലൂടെ തെളിയുന്ന യേശുവിൻ്റെ നിഴലാണ്, പ്രകാശമുള്ള നിഴൽ. എഴുത്തിലും സംഭാഷണങ്ങളിലും ഇടപെടലിലും ഒക്കെ പ്രകാശമുള്ള നിഴലിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ സർഗജീവിതത്തെ ഇങ്ങനെ കാൽപാദങ്ങൾ അർപ്പിക്കാം. അക്ഷരം എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ശരമില്ലാത്തതാണ് അക്ഷരം, നശിക്കാത്തത്, നശിപ്പില്ലാത്തത്. ഉൽപ്പാദന പുസ്തകത്തിന്റെ വാക്ക് കൂടി നമുക്ക് ഓർമ്മിക്കാം. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, കൂട്ടത്തിൽ ജീവന്റെ പുസ്തകവും. എല്ലാ ഗ്രന്ഥങ്ങളും ആന്തരിക ഭാവനയിൽ രൂപപ്പെട്ട പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഗൗരവമായിട്ട് എടുക്കുക. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, കൂട്ടത്തിൽ ജീവന്റെ പുസ്തകവും.